നമ്മൾ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ കൊടുക്കാൻ പാടുള്ളതും പാടില്ലാത്തതുമായ ഭക്ഷണങ്ങളുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഈവനിങ് സ്നാക്സും, ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ബാലൻസ്ഡ് ഫുഡ് ആയിരിക്കണം ബ്രേക്ക്ഫാസ്റ്റിൽ, പ്രത്യേകിച്ചും സ്കൂൾ പോകുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ. അതിൽ കാർബോഹൈഡ്രേറ്റ് വേണം, അതിൽ പ്രോട്ടീൻ വേണം, അതിൽ വൈറ്റമിൻസും എല്ലാം അടങ്ങിയ ഭക്ഷണങ്ങളായിരിക്കണം. ആ ബാലൻസ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കൊടുക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കൂടുതൽ നമ്മൾ അപ്പം, ദോശയും പുട്ടൊക്കെ കൊടുക്കുന്നതിന് കൂടെ അരിയാഹാരത്തിന്റെ കൂടെ നിർബന്ധമായിട്ടും നമ്മൾ കടല, പയറുവർഗ്ഗങ്ങൾ നിർബന്ധമായിട്ടും ബ്രേക്ക്ഫാസ്റ്റിൽ ഭക്ഷണത്തിന്റെ കൂടെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അതുപോലെ ബോയിൽഡ് എഗ്, കുട്ടികൾക്ക് പുഴുങ്ങിയ കോഴിമുട്ട കൊടുക്കുന്നത് നല്ലതാണ്. ഫ്രൂട്ട്സ് ഭക്ഷണത്തിൽ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നന്നാവും. പ്രത്യേകിച്ചും നേന്ത്രപ്പഴം, അതല്ലെങ്കിൽ പിന്നെ റോബസ്റ്റ പോലുള്ള പഴങ്ങളോ, ആപ്പിള്, ഡേറ്റ്സ് ഒക്കെ കൊടുക്കാം. അതുപോലെ രാവിലെ ഭക്ഷണത്തിൽ വെജിറ്റബിൾസ് ഉൾപ്പെടുത്താം. സാമ്പാർ, നമ്മൾ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശയുടെ കൂടെ സാമ്പാറൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ കൊടുക്കാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ, കോഫി, അതുപോലെ ബേക്കറി, ബിസ്ക്കറ്റുകൾ, അമിതമായി മധുരമുള്ള ഭക്ഷണങ്ങൾ, വെറും അരിയാഹാരങ്ങൾ മാത്രം, ഇവയൊക്കെ ഭക്ഷണത്തിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിൽ പ്രത്യേകിച്ചും. അതുപോലെ ഈവനിങ്ങിൽ, വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വന്നാൽ അവർക്ക് കൊടുക്കേണ്ടത് മിൽക്ക് നല്ലതാണ്. പക്ഷെ അവിടെ ചായ, കാപ്പി പോലുള്ള ഡ്രിങ്ക്സ് പാടില്ല. അതുപോലെ നട്ട്സ് കൊടുക്കാം. പീനട്ട് നല്ലതാണ്, ബദാം, അതുപോലെയുള്ള നട്ട്സ് കൂടുതലായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. ബോയിൽഡ് എഗ് നല്ലതാണ്, നേന്ത്രപ്പഴം ഒക്കെയാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഈവനിങ്ങിൽ വന്നാൽ ഒരു കാരണവശാലും അതുപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബേക്കറികളോ, ബിസ്ക്കറ്റുകളോ, അതുപോലെ ചായ, പിന്നെ എണ്ണയിൽ വറുത്തെടുത്ത പലഹാരങ്ങൾ, ഇവയൊക്കെ മാക്സിമം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഈവനിങ്ങിൽ ഭക്ഷണത്തിൽ ബെസ്റ്റ് ഒന്നാണ് കോൺസ്. നമ്മൾ സ്വീറ്റ് കോണൊക്കെ നമ്മൾ പുഴുങ്ങിയിട്ട് കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് നന്നാവും. ബോയിൽഡ് എഗ്, അതല്ലെങ്കിൽ എഗ് സാൻഡ്വിച്ച് കുട്ടികൾക്ക് ഒരു ഈവനിങ്ങിൽ നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചായ, കാപ്പി എന്ന പോലുള്ള അത് ഒഴിവാക്കി അതിന് പകരം പാൽ കൊടുക്കാം. അതല്ലെങ്കിൽ ജ്യൂസ്, അതല്ലെങ്കിൽ ഷെയ്ക്ക് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ രണ്ട് നേരത്തെ ഭക്ഷണങ്ങൾ കുട്ടികൾ പ്രത്യേകിച്ചും ഒന്ന് ക്ലാസ്സിലേക്ക് പോകുന്ന സമയം, ക്ലാസ് കഴിഞ്ഞ് വന്ന സമയം കൂടുതൽ ബോഡി ഡിമാൻഡ് ചെയ്യുന്ന ടൈമുകളാണ്. ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അത് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളാകുമ്പോൾ അവരുടെ കോൺസെൻട്രേഷനും അവരുടെ ഒരു ഉന്മേഷത്തിനും ഒക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ ഈവനിങ്ങിൽ ബോഡി ഏറ്റവും ഡിമാൻഡ് ചെയ്യുന്ന ഒരു ടൈമാണ്. ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ അവർ പൊതുവെ കളിക്കാനൊക്കെ പോകുന്ന സമയമാണ്. അപ്പോൾ ഇതുപോലുള്ള ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡിഷസിൽ, കുട്ടികളുടെ ഡിഷസിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. വേണ്ടാത്ത ഭക്ഷണങ്ങൾ, അമിതമായ മധുരമുള്ളതും ജങ്ക് ഫുഡ്സ്, ടീ, കോഫി ഒക്കെ മാക്സിമം ഒഴിവാക്കും ചെയ്യും.